ഹലോ, എല്ലാവർക്കും ബീലവിടവിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും റംദാൻ മുബാറക് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ 3 പ്രോഡക്ട്സ് വെച്ചിട്ട് ഉള്ള ഒരു ഈദ് മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം നിവ്യയുടെ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. ആദ്യം ഫേസ് വാഷ് ചെയ്യണം. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ടോണർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ നന്നായിട്ട് നമ്മൾ കയ്യിൽ റബ്ബ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ സൺസ്ക്രീനിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് അക്വാളജിക്കയുടെ ഗ്ലോപ്പ് സൺസ്ക്രീൻ ഉണ്ടല്ലോ, ആ സൺസ്ക്രീനാണ്. അത് നല്ല സ്റ്റിക്കി ഒന്നും അല്ല, നല്ല സ്മൂത്ത് ഒരു ഫിനിഷ് കിട്ടും, നല്ല ഗ്ലോയിങ് ബേസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ അക്വാളജിക്കയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്തത്. നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് ഒരു ഫൗണ്ടേഷൻ ബേസിന് വേണ്ടിയിട്ട് ഒരു കോമ്പാക്ട് പൗഡറാണ്. കോമ്പാക്ട് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൂസ് പൗഡർ ഇല്ലേ, നമ്മുടെ ടാൽക്കം പൗഡർ ആണെങ്കിലും മതി. അത് വെച്ചിട്ട് നന്നായിട്ടൊരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം ഫേസിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസ് റെഡിയാവും. നമ്മൾ കൺസീലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം ഈ അണ്ടർ ഐസിലും അതുപോലെ ലിപ്സിൻ്റെ സൈഡിലും ഒക്കെ ഉള്ള ആ ഭാഗത്ത് ഒരു എക്സ്ട്രാ കവറേജിന് വേണ്ടിയിട്ട് സെക്കൻഡ് ഒരു ലെയറൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ഫിനിഷ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് അപ്പോൾ അണ്ടർ ഐസിൽ അങ്ങനെ ഡാർക്ക് സർക്കിൾസോ അല്ലെങ്കിൽ ഡീപ്പ് പിഗ്മെൻറ്റേഷൻ്റെ ഇഷ്യൂസോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. അപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ ആർക്കും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കാണിക്കണമല്ലോ, അതിന് വേണ്ടി ചെയ്തതാണ്. ഒരു കാര്യം ഞാൻ ഇതിൽ വിട്ടുപോയായിരുന്നു. മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മോയ്സ്ചറൈസിംഗ് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യണം കേട്ടോ. ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതല്ലേ. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് സെബാമെഡിൻ്റെ ലിപ് ഡിഫെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ് ബാമാണ്. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ബ്ലഷിനും ഐഷാഡോയ്ക്കുമായിട്ട് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അത് മെബിലിൻ്റെ ലിക്വിഡ് മാറ്റ് സെൻസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്കിലെ ഷെയ്ഡ് ബെസ്റ്റ് ബേബി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാവരുടെയും കാണുന്ന ലിപ്സ്റ്റിക്കാണല്ലോ, അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത് കേട്ടോ. ഇത് നമ്മൾ കുറച്ചെടുത്തിട്ട് നമ്മുടെ ചീക്സിലും അതുപോലെ ചിന്നിൽ ആൻഡ് കണ്ണിൻ്റെ മുകളിലും അതുപോലെ നെറ്റിയുടെ ആ പിരിയത്തിൻ്റെയൊക്കെ സൈഡിലായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാണ്. ഇതതിൻ്റെ ഷെയ്ഡ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഷെയ്ഡ് കേട്ടോ, ഒരു പീച്ചി പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉടൻ തന്നെ ബ്ലെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് വേഗം തന്നെ ഡ്രൈ ആവും കേട്ടോ. ഇവിടെ ഞാൻ ബ്രഷസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് എൻ്റെ ഫിംഗേഴ്സ് കൊണ്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട്, മീൻസ് നമ്മുടെ സ്കിന്നിലോട്ട് അത് ആവണം, മനസ്സിലായില്ല? അത് പാച്ചിയായിട്ട് ഒട്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണരുത് നമ്മുടെ സ്കിന്നിൽ നിന്നും. എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ ആ സ്കിൻ കളറാണെന്നേ തോന്നാവും ബ്ലഷിൻ്റെ. അതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണേ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മസ്കാരാണ്. ഇത് ഗ്ലിമ്മർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മസ്കാര. ഇത് ഞാൻ റിലയൻസ് സ്മാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട്, ഇത് എല്ലാ റിലയൻസ് സ്മാർട്ടിലും ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ എല്ലായിടത്തും റിലയൻസ് സ്മാർട്ട് ഉണ്ടല്ലോ. ഇത് അത്ര അഫോർഡബിൾ ആയിട്ടുള്ള പക്ഷെ നല്ല ഒരു മസ്കാരയാണ് ഗ്ലിമ്മർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒറ്റ കോട്ടി തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ലെങ്തൻഡ് ആയിട്ടുണ്ട് ലാഷസ്, നല്ല ഡിഫൈൻഡായി. മസ്കാരയുടെ യൂസിന് അതാണല്ലോ, നല്ല ജെറ്റ് ബ്ലാക്ക് കളറിലുള്ള മസ്കാരയാണ്. ഒറ്റ കോട്ടി തന്നെ നല്ല റിസൾട്ട് വന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മസ്കാരയാണ്. ചെറിയ കുപ്പിയാണെന്ന് പറഞ്ഞാലും അത് ഒത്തിരി നാൾ നിൽക്കുന്നുണ്ട്. ഇനി ഇത് ലോവർ ലാഷസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല ബ്രഷ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഓരോ ലാഷസും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഞാൻ താഴെ അപ്ലൈ ചെയ്തപ്പോൾ ഒരു ഇച്ചിരി താഴോട്ടായിട്ടുണ്ടായിരുന്നു, ഇത് കാണാം. അത് ഞാൻ കൈ കൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്ത് കളയാണേ. ഇതേ മസ്കാരനെ ഇതിൽ ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഇതേ മസ്കാര നമ്മുടെ ഐബ്രോസിന് വേണ്ടി യൂസ് ചെയ്യണേ. കുറച്ച് അപ്ലൈ ആവും, നല്ല മസ്കാര എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. ഓക്കെ, ഇനി ഐലൈനർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ക്യൂട്ടിപ്പ് എടുത്തിട്ട് ഈ മസ്കാരയുടെ വോണ്ടിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ് എടുക്കുക. അതിനുശേഷം നമ്മൾ ഐലൈനർ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇത് കണ്ണിൽ വീഴാതെ സൂക്ഷിക്കണം, നല്ല നീറ്റിലുണ്ടാകും കേട്ടോ. ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ ലെഫ്റ്റ് ഐയിലും സെയിം ക്യൂട്ടിപ്പ് വെച്ച് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഐലൈനർ പോലെ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്കാണ്. ഞാൻ നമ്മുടെ മെബിലിൻ്റെ ആ സെയിം ലിപ്സ്റ്റിക്ക് തന്നെ നമ്മുടെ ലിപ്സിൽ അപ്ലൈ കൊടുക്കണം. ആദ്യം ലോവർ ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ 2 ലിപ്സും കൂടെ ഒന്ന് പേഴ്സ് ചെയ്തിട്ട് വീണ്ടും അപ്പോൾ 2 സൈഡിലോട്ടും പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം മേളിൽ അപ്ലൈ ചെയ്യുക. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഷെയ്ഡായത്.
അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ടീനേജേഴ്സിനാണെങ്കിലും സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കോളേജിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഓഫീസിൽ പോകുന്ന ചേച്ചിമാർക്കാണെങ്കിലും വീട്ടിലിരിക്കുന്ന അമ്മമാർക്കാണെങ്കിലും ആൻറ്റിമാർക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വെറും 3 പ്രോഡക്റ്റ്സ് വെച്ചിട്ട് ഉള്ള മേക്കപ്പ് ലുക്കാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യോ ബാക്കിയിട്ടില്ല, കമ്മലിട്ടില്ല. ഓക്കെ, ഇത് വളരെ എളുപ്പത്തിൽ ചടനി കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഇത് ഞാൻ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിച്ച കമ്മല, വലിയ സംഭവമല്ല. എൻ്റെ ഫ്രണ്ട് ഫെനീഷ താത്ത പറഞ്ഞത് ഇതിൻ്റെ നോമ്പൊക്കെ എടുക്കുന്നവരാരും മുടി കാണിക്കില്ല, കഴുത്ത് കാണിക്കില്ല എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ. ഹൈ ബേബി, നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.